നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പ്രചരണം ആരംഭിക്കും. രാവിലെ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ സന്ദർശനം നടത്തിയ ശേഷമാകും പ്രചരണത്തിനിറങ്ങുക. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ ഇടഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, എന്തായാലും ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് തന്നെ പ്രചരണ രംഗത്തേക്ക് സജീവമായി കടക്കുകയും ചെയ്യും. എന്നാൽ അൻവർ ഇടഞ്ഞു നിൽക്കുന്നത് മാത്രമാണ് ഒരു പ്രതിസന്ധിയായി ഈ ഒരു സമയത്ത് നിൽക്കുന്നത്. അൻവറിനെ എങ്ങനെയാണ് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുക? അതുപോലെ ഇന്ന് എങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം ആരംഭിക്കുക? സ്വാതി, ഏറ്റവും പ്രധാനപ്പെട്ടത് അൻവറിനെ അനുനയിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെ ഒരു വിമതസ്വരം ഉയർത്തിയ അൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം അതിരൂക്ഷമായി തന്നെ UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. UDFന്റെ സ്ഥാനാർത്ഥിക്ക് ജനപിന്തുണയില്ല, അതോടൊപ്പം തന്നെ പിണറായി സത്തെ തോൽപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിയില്ല, അങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് UDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ PV അൻവർ ഉയർത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എങ്ങനെയാണ് അനുനയം മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു തർക്കമുണ്ടാകുന്ന സമയത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവരുമായി ചേർന്ന് നിൽക്കുന്നവർ പിന്നീട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിക്കുന്നതാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി അൻവർ അല്പം കടന്ന് സ്ഥാനാർത്ഥിക്കെതിരെ വളരെ രൂക്ഷമായി തന്നെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് അൻവറിൻ്റെ UDF പ്രവേശനത്തിന് വിലങ്ങായി മാറുമോ എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് മുസ്ലിം ലീഗ് തന്നെയാണ് ഇതിനകത്ത് വളരെ സജീവമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്നത്. പ്രത്യേകിച്ച് PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം ഇത് അനുനയിപ്പിച്ചുകൊണ്ട് PV അൻവറിനെ UDFന്റെ ഭാഗമായി തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നടത്താൻ സഹയാത്രികരായി ഒപ്പം നടത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അത്തരത്തിൽ വലിയ തോതിലൊരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് PV അൻവറിനെ ഒപ്പം കൂട്ടേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണുള്ളത്. എങ്കിൽ പോലും അൻവറിനെ വെറുപ്പിച്ച് അല്ലെങ്കിൽ പൂർണ്ണമായും അകറ്റി നിർത്തേണ്ട ഒരു സാഹചര്യമില്ല. ഇന്നലെ അൻവർ രാവിലെ നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം അത് വലിയ തോതിൽ കോൺഗ്രസിനെ ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. കാരണം അവർ നേരത്തെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതാണ്. അതിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ VD സതീശനൊക്കെ പറഞ്ഞതുപോലെ അവർ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിന് വരാൻ കഴിയുമായിരുന്നു. പക്ഷേ അൻവർ അങ്ങനെ ഒരു വ്യത്യസ്ത സ്വരം ഉയർത്തിയോടുകൂടി ഒന്ന് ആലോചനയിലേക്ക് പോകും. പക്ഷേ ഒരു തരത്തിലും അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം, പ്രത്യേകിച്ച് സീറ്റ് കിട്ടാൻ വേണ്ടി 2 മാസം മുമ്പ് CPM-മായി കൂടിയാലോചന നടത്തിയതാണ്, എങ്ങനെ ഉൾപ്പെടെയുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ എങ്ങനെയാണ് PV അൻവറിൻ്റെ UDF പ്രവേശനം സാധ്യമാകുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസ് എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നുള്ളത്. എന്തായാലും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മുസ്ലിം ലീഗ് തന്നെയാണ് അതിനകത്ത് മുൻകൈ എടുക്കുന്നത്. അതോടൊപ്പം ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി ഔദ്യോഗിക പ്രചരണം അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിന് ഇന്ന് തുടക്കമാകും. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഖബറിടത്തിൽ സന്ദർശനം നടത്തിയതിന് ശേഷമാണ് പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളെ അദ്ദേഹം പോയി കാണും. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെ പോയി കാണും. അങ്ങനെയുള്ള സന്ദർശന പരിപാടികളാണ് ഇന്ന് രാവിലെ ഉള്ളത്. ശരി പ്രസാദ്, അതുതന്നെയാണ് PV അൻവറിനെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഇനി UDFന്റെ മുന്നിലുള്ള വലിയ ഒരു കടമ്പ എന്നുള്ളതാണ്. അതിൽ ഉള്ള ശ്രമങ്ങൾ തുടരും. അതുപോലെ തന്നെ ഇന്നിപ്പോൾ പ്രചരണവും സജീവമായി തന്നെ ആരംഭിക്കും. ആ വിവരങ്ങളാണ് പ്രസാദ് ഉടുമ്പിശ്ശേരി നൽകിയത്.